കൂട്ടിനുണ്ട് കൂടെന്നും ഇത്തരേ വീട്ടിലെത്തി വിശ്രമിക്കും വരെ ഈ വിധം സ്നേഹിതൻ പാരിലാ വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാൽ വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാൽ എൻ പ്രിയൻ നല്ലവൻ എൻ പ്രിയൻ നല്ലവൻ കണ്ടിടും പൊന്മുഖം കണ്ടിടും പൊന്മുഖം കണ്ടിടും മുത്തിടും ഞാൻ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യേശുവിൻ പൊന്മുഖം ലോകമാം കടൽ തീരത്തള്ളലിൽ പോകുമീവൻ പാറയിൻ വില്ലലിൽ കണ്ടിടും എൻ പുരം കണ്ടിടും മുത്തിടും ഞാൻ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യേശുവിൻ പൊന്മുഖം ഏറിടുന്നു ഭാരങ്ങൾ ജീവിതേ നീറിടുന്നു മാനസം എങ്ങുമേ കണ്ടിടും എൻ പുരം കണ്ടിടും മുത്തിടും ഞാൻ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യേശുവിൻ പൊന്മുഖം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മനോഹരമായ ഒരു കർത്തൃദിവസം, ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. മനോഹരമായ ഈ പ്രഭാതത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ വർഷത്തിൻ്റെ അവസാന പ്രഭാതം എന്നുള്ളതാണ് ആ പ്രത്യേകത. 2020 നമ്മെ വിട്ട് കടന്നു പോകുന്നു. 2021 വാതിൽപ്പടിയിലേക്ക് നാം സാവധാനം പ്രവേശിക്കുവാൻ പോവുകയാണ്. 2021 ആദ്യ പടിയിൽ കാൽകുത്തി നിൽക്കാൻ നാം ഉടനെ അതിനുള്ള അവസരം ലഭിക്കും. തുടർന്ന് 11 പടികൾ കൂടെ ഈ പുതുവർഷത്തിൽ നാം കയറണം. 1-ാം പടി 1-ാം മാസം എന്ന നിലയിൽ വലതുകാൽ കുത്തി വീട്ടിലേക്ക് കയറണമെന്നാണ് പഴമക്കാർ മുൻകാലങ്ങളിൽ നവദമ്പതികളോട് പറയാറുണ്ടായിരുന്നത്. വലത്തുവശമാണ് ഭാഗ്യമുള്ള വശം എന്നുള്ള ഒരു വിശ്വാസത്താലായിരിക്കണം ഈ വലതുകാൽ കുത്തൽ എന്ന് പറയുന്നത്. വലതുവശം ഭാഗ്യവശം ആയിരിക്കാം. ക്രൂശിൽ വലതുള്ള കള്ളനാണല്ലോ പർദീസിലേക്ക് പോയത്.
എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ വലതുവശത്ത് കിടക്കുന്ന കള്ളനാണോ പോയത്, അതോ ഇടതുവശത്ത് കിടക്കുന്ന കള്ളനാണോ എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. സ്വർഗത്തിൽ പോയ കള്ളൻ, വലത്തുവശത്ത് കിടന്ന കള്ളൻ വലത്തുവശം നല്ല വശം എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഏത് വശത്ത് കള്ളൻ കിടന്നതാണെങ്കിലും അവൻ സ്വർഗത്തിൽ പോയി. അവൻ്റെ വലതുവശമോ ഇടതുവശമോ എന്ന് നാം അറിയുന്നില്ല. എന്നാലും അവൻ ചെയ്യേണ്ടതുപോലെ ചെയ്തു, തീരുമാനിക്കേണ്ടതുപോലെ തീരുമാനിച്ചു. യേശുവിനെ ഏറ്റുപറഞ്ഞ് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചത് കൊണ്ട് അവൻ ദൈവരാജ്യത്തിൽ പോയി. ഏതു വശത്തായാലും നല്ല വശം വലതുവശമാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല, പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലെങ്കിലും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നത്. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ കാലുകുത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ വലത്തുവശം എന്നാണല്ലോ. പുതിയ വർഷത്തിൽ നാം പ്രവേശിക്കേണ്ടത് വലതുവശത്ത് കാല് വെച്ചായിരിക്കണം. പഴമക്കാരുടെ കണക്കനുസരിച്ചാണെങ്കിൽ യേശു കർത്താവിൽ സകല പ്രതീക്ഷകളും വെച്ച് 3.5 വർഷങ്ങൾ കൂടെ നടന്നിട്ട് കർത്താവിൻ്റെ മരണത്തോടെ നിരാശയിലായിരുന്ന ശിഷ്യന്മാരോട് അവരെ വിട്ടുപോകുമ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ വലത്തുവശത്തുണ്ടാകുമെന്നല്ല, പിന്നെയോ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വർഷത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നാം ചവിട്ടിക്കയറേണ്ടത് ഈ വാഗ്ദത്തത്തിൻ്റെ പടിയിലാണ്. ആ ഓരോ ദിവസവും ഓരോ മാസവും ഈ വാഗ്ദത്തത്തിൻ്റെ പടിയിൽ എല്ലാ നാളും കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നാം ചവിട്ടിക്കയറണം. അടുത്ത ചുവട് വയ്ക്കേണ്ട പടി അപ്പോൾ കർത്താവ് കാണിച്ചു തരും. കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് ഓരോ പടിയും വിശ്വാസത്താൽ, ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസത്താൽ നമുക്ക് കയറുവാൻ കഴിയും. ഈ 2020 വളരെ ദുരിതപൂർണമായ, കഷ്ടപൂർണമായ സമയമായിരുന്നല്ലോ. അനേക ഭവനങ്ങളിൽ പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, സമ്പത്ത് നഷ്ടം, ഭാവി നഷ്ടം, നന്മ നഷ്ടം, ഒരുപാട് ദുഃഖങ്ങൾ എല്ലാം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അടുത്ത 2021 കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ നാം പ്രവേശിക്കാം. എല്ലാ നാളും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാ നാളും എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും അല്ല, എന്നും അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. എന്തിനാ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നത്? നമ്മുടെ പരിശോധനയിൽ, രോഗത്തിൽ, ഏകാന്തതയിൽ, ഒന്നിലും തന്നെ നാം നിരാശപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതിസന്ധികളിലും നമ്മെ അവൻ ഉപേക്ഷിക്കുകയില്ല. മരിച്ച് അടക്കപ്പെട്ട് ഗുരുവിനെക്കുറിച്ച് ദുഃഖിച്ചും കരഞ്ഞും ഇരിക്കുന്ന ശിഷ്യന്മാരോട് പറയുവാൻ മറിയെ അയക്കുമ്പോൾ ദൂതൻ അവരോട് പറഞ്ഞത് എന്താണ്? അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർക്ക് മുമ്പേ പോകുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. മുൻപേ പോകുന്നവൻ, അവൻ പോകുന്ന വഴിയെ നാം പോയാൽ മതി. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് നമ്മോടുകൂടെ
മാത്രമല്ല നമ്മോട് കൂടെയുമുണ്ട്, പിന്നെയോ നമുക്ക് മുൻപേയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുൻപിലും പിറകിലും നടന്നു കാവലായി മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി. നീണ്ട മരുഭൂവിൽ ഉള്ളം കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, ചെറുപ്പകാലങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നവർ പറയുമായിരുന്നു, ഏകദേശം 2000 ആകുമ്പോൾ കർത്താവ് വരുമെന്ന്. അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടായിരുന്നു. കണക്ക് മറ്റൊന്നുമല്ല, നല്ല ശമരിയാക്കാരൻ വഴിയമ്പലക്കാരന് 2 വെള്ളിക്കാശ് കൊടുത്തിരുന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് 2000-ൻ്റെ കാലങ്ങളിൽ. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയിൽ യേശു വെള്ളിക്കാശ് ഒരു ദിവസത്തെ കൂലിയായിരുന്നു. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരൻ്റെ ഉപമയിൽ, യേശു പറഞ്ഞ ഉപമയിൽ 1 വെള്ളിക്കാശ് ഒരു ദിവസത്തെ കൂലിയായിരുന്നു. അപ്പോൾ 2 വെള്ളിക്കാശ് 2 ദിവസത്തേക്കാണ് എന്നാണ് അന്നൊക്കെ 2000-ൻ്റെ കാലങ്ങളിൽ പറഞ്ഞിരുന്നത്. 2 വെള്ളിക്കാശ് 2 ദിവസത്തെ കൂലി. അതാണല്ലോ ശമരിയക്കാരൻ കൊടുത്തത്. അധികം വല്ലതും ചെലവ് വന്നാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് 2 വെള്ളിക്കാശ് കൊടുത്തു. അത് വേദശാസ്ത്രപരമായി പല വിഷയങ്ങളുണ്ട്. 2 വെള്ളിക്കാശ് എന്താണ്, അതിൻ്റെ ആത്മീയാർത്ഥം എന്താണ്? ദൈവവചനവും പരിശുദ്ധാത്മാവുമാണ്. കാരണം തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയാതെ നിങ്ങൾ തെറ്റിപ്പോകുന്നുവെന്ന് സുവിശേഷങ്ങളിൽ ഒക്കെ നാം കാണുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞതാണ്, 2 വെള്ളിക്കാശ് തിരുവെഴുത്ത്, ദൈവവചനവും പരിശുദ്ധാത്മാവും. അതാണ് നമ്മെ നടത്തുന്നത്. പരിശുദ്ധാത്മാവ് മുൻപേ പോകുവാനുള്ള പാത നമുക്ക് കാണിച്ചു തരും. അവൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും. അതിന് കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പകർന്നു. വചനം അത് ഭേദാഭേദങ്ങളെ സകലത്തെയും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർപിടിക്കും വരെ തുളച്ച് കയറുന്ന ദൈവത്തിൻ്റെ വചനം, അത് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നൽകിത്തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം എഴുതപ്പെട്ടിട്ടുള്ള വചനം, അത് നമ്മുടെ ഭക്ഷണമാണ്, മായമില്ലാത്ത പാലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വഴിയമ്പലക്കാരൻ ദൈവദാസന്മാരാണ്, ആത്മീയ ശുശ്രൂഷ നൽകുന്ന സഭാ ശുശ്രൂഷന്മാരാണ്, കർത്താവിൻ്റെ ദാസന്മാരാണ്. അവരാണ് വഴിയമ്പലക്കാർ. ശത്രുവിനാൽ പിടിക്കപ്പെട്ട് ജീവനും നന്മയും എല്ലാം അപഹരിച്ച്, വസ്ത്രമെല്ലാം അപഹരിച്ച്, അർത്ഥപ്രാണനായ വഴിയിൽ കിടന്ന പാപിയായ മനുഷ്യനെ നല്ല ശമരിയാക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്ന മുറിവുകളെ വെച്ച് കെട്ടി വഴിയമ്പലമാകുന്ന ദൈവസഭയിൽ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാരെ ഏൽപ്പിച്ചു. കർത്താവിൻ്റെ എൻ്റെ ദാസനെ, ഇവനെ ഞാൻ ജീവൻ കൊടുത്ത് പ്രാണൻ കൊടുത്ത് വാങ്ങിയതാണ്, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ശേഷിച്ച കാലം മുഴുവൻ നീ ഇവന് ആവശ്യമായ എല്ലാ നന്മകളും കൊടുക്കണം, വചനം പകർന്നു കൊടുക്കണം, ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. ഇവനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ഇവനെ ഞാൻ ഏൽപ്പിക്കുന്നത് നിന്നെയാണ്, സഭാ ശുശ്രൂഷകനെയാണ്. നീ വഴിയമ്പലക്കാരനാണ്. വഴിയമ്പലത്തിലെ ദൈവത്തിൻ്റെ ആത്മാക്കൾ, ദൈവ സഭയിലെ മക്കൾ, അവരെ ആത്മീയ ശുശ്രൂഷക്കാരെ ഏൽപ്പിക്കുന്നു. കൊടുക്കുന്നത് 2 വെള്ളിക്കാശ്.
ദൈവവചനവും പരിശുദ്ധാത്മാവും. അത് വളരെ വിശദമായി പഠിക്കേണ്ട, വചനങ്ങൾ ചേർത്ത് പഠിക്കേണ്ട വലിയ ആത്മീയ മർമ്മമാണ്. ദൈവവചനത്തെപ്പറ്റി നല്ല അറിവും പാണ്ഡിത്യവുമുള്ള ദൈവമക്കളെ നമ്മേവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പ്രബുദ്ധരായ ദൈവവചന സംബന്ധമായി പ്രബുദ്ധരായ ദൈവമക്കൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ. ഹൃദയത്തിൽ വന്നപ്പോൾ സന്തോഷത്താൽ പറഞ്ഞു പോയതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വേലക്കാരുടെ ഭൂമിയിൽ 2 വെള്ളിക്കാശ് ഒരു ദിവസത്തെ കൂലിയായിരുന്നു. അപ്പോൾ 2 വെള്ളിക്കാശ് 2 ദിവസത്തേക്കാണ്. ആ കണക്ക് നോക്കിയാൽ 2000 ആകുമ്പോഴത്തേക്ക് കർത്താവ് വരണമായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയാണെന്നാണ്. അങ്ങനെ 2000 2 ദിവസം 2000 2 ദിവസത്തിന് തുല്യമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വർഷം 2000 ആകുമ്പോഴേക്ക് നല്ല ശമരിയക്കാരൻ മടങ്ങി വരും എന്നൊക്കെ അന്ന് കണക്ക് കൂട്ടിയിരുന്നു. അതും കഴിഞ്ഞ് പിന്നെയും 10 വർഷത്തിൻ്റെ 2 കണക്ക് കൂടായി. 1000 വർഷത്തിൻ്റെ കണക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ 10 വർഷത്തിൻ്റെ 2 കണക്ക് കൂടെ, 2 10 കൂടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ 2020 വരെയും അവൻ വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വഴിയമ്പലക്കാരൻ വഴിയിലോട്ട് നോക്കി വിശ്വാസികളെ ശുശ്രൂഷിച്ച് ആത്മീയ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് വഴിയമ്പലത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ഓരോ ദൈവദാസന്മാരും, ഓരോ സത്രം കാവൽക്കാരന്മാരും. ഒരു ശുശ്രൂഷകൻ കൈമാറി തൻ്റെ കാല ശുശ്രൂഷ കഴിഞ്ഞു. കാലയവനിക്കുള്ളിൽ പോയി വീണ്ടും അടുത്ത വഴിയമ്പലക്കാരൻ വന്നു. ആ ശുശ്രൂഷകനും തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. സ്ഥലം മാറിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തൻ്റെ കാലാവധി കഴിയുമ്പോൾ നിത്യതയ്ക്ക് വിളിച്ച് ചേർക്കപ്പെട്ടു. അടുത്ത ശുശ്രൂഷകൻ വന്നു. ഇങ്ങനെ വഴിയമ്പലക്കാരൻ ആരാണെങ്കിലും വഴിയമ്പലക്കാരൻ തന്നെയാണ്. സൂക്ഷിക്കുന്നത് ആത്മാക്കളെയുമാ, പറഞ്ഞു കൊടുക്കുന്നത് യുവജനമാ, നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാ, കാത്തിരിക്കുന്ന കർത്താവിൻ്റെ വരവാ. അവൻ വഴിയിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് പാടും, കർത്താവേ നീ ഇന്നലെയും വന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ മണവാളൻ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ മണവാളൻ. എത്ര നാളായി കാത്തിരുന്നു, കൺകളിലാ മങ്ങിടുന്നേ. എത്ര നാളായി കാത്തിരുന്നൻ, കൺകളിലാ മങ്ങിടുന്നേ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ മണവാളൻ. 2018 ഒത്തിരി പ്രതികൂലങ്ങൾ വന്നില്ലേ? ഒത്തിരി കഷ്ടത വന്നു. ഒത്തിരി പേരുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഒത്തിരി പേരുടെ ജോലിയെല്ലാം പോയി. ഒത്തിരി പേരുടെ ശാരീരിക സൗഖ്യമെല്ലാം പോയി. ഒത്തിരി പേര് നിത്യതയിൽ ചേർക്കപ്പെട്ടു കോവിഡ് മുഖാന്തരം. എങ്ങും വലിയ ഭീതിയായിരുന്നു, കഷ്ടതയായിരുന്നു. എന്നാൽ കർത്താവ് വന്നില്ലല്ലോ. കഷ്ടത കൂടിയപ്പോൾ നാം അറിയാതെ പറഞ്ഞു പോയി കർത്താവ് വരികയാണെന്ന്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ പാട്ടിലൂടെ അങ്ങനെയാണ് പറയുന്നത്.
കഷ്ടത്തിൽ നനച്ചു ഞാൻ, മണവാളൻ വരുന്നെന്ന്. കഷ്ടത്തിൽ നനച്ചു ഞാൻ, മണവാളൻ വരുന്നെന്ന്. കഷ്ടമേറ്റ കരുണേശനൻ കരച്ചിൽ തീർപ്പാൻ എന്നു വരും. കഷ്ടമേറ്റ കരുണേശനൻ കരച്ചിൽ തീർപ്പാൻ എന്നു വരും. എന്നു വരും, എപ്പോൾ വരും? പോയതുപോൽ മണവാളൻ ഇതുപോലെ വെണ്മയുള്ള മണവാളൻ ആരുമില്ല. 10,000 പേർകളിൽ അതിശ്രേഷ്ഠ മണവാളനെ. 10,000 പേർകളിൽ അതിശ്രേഷ്ഠ മണവാളനെ. എന്നു വരും, എപ്പോൾ വരും? പോയതുപോൽ മണവാളൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് അങ്ങ് വന്നിരുന്നെങ്കിൽ എന്ന് വാസ്തവമായി നാം ആഗ്രഹിച്ചു പോവുകയാണ്. ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ അല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. കർത്താവ് വന്നെങ്കിൽ നമ്മുടെ രോഗത്തിന് ഒരു പ്രശ്നമായേനേമല്ലോ. കർത്താവ് വന്നെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട ജോലി അതിനൊരു പ്രശ്നമായി മാറിയേനേമല്ലോ. കർത്താവ് വന്നെങ്കിൽ നമ്മുടെ സമ്പത്ത് അതിനൊരു തീരുമാനമായേനേമല്ലോ. കർത്താവ് വന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കും ഒരു തീരുമാനമായേനേമല്ലോ. അതെ, എല്ലാ പ്രതികൂലങ്ങളുടെയും കഷ്ടതയുടെയും ഏകമാർഗം നമ്മുടെ കർത്താവ് വരിക എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണ്? പിതാവല്ലാതെ ആരും അറിയുന്നില്ല നാഴിക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ നാളുകളെ പറ്റി കണക്ക് കൂട്ടാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. നാം അവൻ്റെ കൽപ്പന പോലെ ഉണർന്നും ഒരുങ്ങിയും. ദൈവത്തിന് സ്തോത്രം. ഉണരണം. മനുഷ്യരല്ലേ, പിന്നെ ഉറങ്ങിപ്പോകത്തില്ലേ? ഉണർന്നെന്നാവുമ്പോൾ ഒരുങ്ങണം. ഒരുങ്ങി മണവാളിനെ നോക്കിയിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും. മനുഷ്യനല്ലേ ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനം. ഉണരണം, ഒരുങ്ങണം. പതിനത്തിൽ നാം വായിക്കുന്നു, ഉണർന്നും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും. ഉണരണം, പ്രാർത്ഥിക്കണം, ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, ഉണരണം. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ വരെയും അവൻ വന്നില്ലല്ലോ. വലിയ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ഈ പുതിയ വർഷത്തിലും കർത്താവ് വരുന്നത് വരെയും നാം ഓരോ ചുവട്ടടി വയ്ക്കുമ്പോഴും ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നും യജമാനൻ നനയാത്ത നാഴികയിൽ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ എന്നുമുള്ള കർത്താവിൻ്റെ വാക്കുകൾ, ആ ശബ്ദം നമ്മുടെ കർണപുടത്തെ പ്രകമ്പരം കൊള്ളിക്കട്ടെ. എന്തൊക്കെയാണ്?
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പിന്നെ നിനയാത്ത നാഴികയിൽ യജമാനൻ വരുന്നു എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതിനെപ്പറ്റി ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്: നിനയാത്ത നാഴികയിൽ ദേവാത്മജൻ വരുന്നതിനാൽ ഉറങ്ങാതെ സുഖരായി ഒരുങ്ങിടാം സ്നേഹിതരേ. ഈ ലോകത്തെ വിധിച്ചിടുവാൻ സാത്താനെ ബന്ധിച്ചിടാ നാശപാതെ പോയവരെ നിത്യതീയിൽ തള്ളിടാ. ആകാശ തേരതിൽ ക്രിസ്തേശു രാജന്താ വരും വേഗം വിന്ദൂതരുമാ ന്യായാധിപാലകനായി വരും വേഗം വിന്ദൂതരുമാ ന്യായാധിപാലകനായി ആകാശ തേരതിൽ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുങ്ങിയിരിക്കാം എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ കാലടിയിൽ ധൈര്യത്തോടെ വയ്ക്കാം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. പരിശുദ്ധയുമേ സ്വർഗപിതാവേ, നിൻ്റെ മക്കളുമായി അല്പസമയം പാദപീഠത്തിലായിരിക്കാൻ കൃപ ചെയ്തല്ലോ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നിനയാത്ത നാഴികയിൽ അവിടുന്ന് വരും. ഉറങ്ങാതെ ഉത്സുകരായ കർത്താവിനെ എതിരേൽപ്പാൻ കൃപ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിലെ പോരുകളിൽ, പോരാട്ടങ്ങളിൽ, പകർച്ചവ്യാധിയിൽ, രോഗത്തിൽ, ക്ഷീണത്തിൽ തകർന്നു പോകാതെ ഒരു വർഷത്തിൻ്റെ അന്ത്യം കൂടെ കാണുവാൻ കൃപ ചെയ്തു. വിശ്വാസത്തോടെ നിന്നോട് ചേർന്ന് നിൻ്റെ കരത്തിൽ പിടിച്ച് ഞങ്ങളുടെ ആദ്യത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ പടി വയ്ക്കുന്നു. എല്ലാ നാളും കൂടെ ഉണ്ടെന്നല്ല ചെയ്ത ദൈവം ഇന്നും നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും കൂടെയുണ്ട്. നിൻ്റെ വാഗ്ദത്തത്തിലെങ്കിൽ വിശ്വസിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ അവിടുത്തെ സാന്നിധ്യവും കൃപയും എല്ലാ ദിവസവും ഉണ്ടാകട്ടെ. രോഗികൾക്ക് ക്ഷീണം മാറ്റി വിടുതൽ നൽകണം. സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് നന്മകൾ നൽകണം. കണ്ണുനീര് ഒഴുക്കുന്ന നിൻ്റെ ജനത്തിൻ്റെ കണ്ണുനീരൊപ്പണം. പ്രശ്നങ്ങൾക്ക് വിടുതലും ആശ്വാസം കൽപ്പിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.